ഗായ്സ്, അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ട്രിവാൻഡ്രം സിറ്റി അരിച്ചു പറക്കാനായിട്ട് പോവാണ് കേട്ടോ. സാധാരണ അവൾക്ക് ഓഫ് ഇടുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട്. ആദ്യം പോയത് പത്മനാഭ സോമക്ഷേത്രത്തിലായിരുന്നു. അവിടെ നിന്ന് ഒരു കുളം ഉണ്ട് കേട്ടോ. കുളത്തിലെ വീടുകൾക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത്തവണ പോയ ടൈമിൽ അവിടെ എന്തോ പണി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ അവിടെ എവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട്. ഏതെങ്കിലും ഒരു കടയിൽ കയറുമ്പോൾ എന്തെങ്കിലും ഒന്നും മേടിക്കാതിരിക്കത്തില്ല. ഞാനായാലും അവളായാലും എന്തെങ്കിലും ഒന്നും മേടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അവളും തമ്മിൽ 11 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഇതുവരെയ്ക്കും ഞങ്ങൾ അടിച്ചു പിരിയേ ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. എന്തെങ്കിലും നെഗറ്റീവ്സ് എന്തെങ്കിലും അവളത് എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയും, ഞാനും അവളോട് ഓപ്പൺ ആയിട്ട് പറയും. അങ്ങനെ എന്നും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ അവള്. അപ്പം അവളും ഞാനും ഇതേപോലെ എപ്പോഴും ഔട്ടിങ് പോകാറുണ്ട്. എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ഉണ്ടെങ്കിൽ ഞാനും അവൾ ഒരുമിച്ചാണ് കേട്ടോ മേടിക്കാൻ പോകുന്നത്. അങ്ങനെ നടന്ന് പോകുന്ന ടൈമിൽ ഞങ്ങൾക്ക് ദാഹിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു അപ്പൂപ്പൻ്റെ കടയിൽ സർബത്ത് കുടിക്കാനായിട്ട് വന്നു. അപ്പം പെട്ടെന്ന് തന്നെ സർബത്ത് ഉണ്ടാക്കി തന്നു. അവിടെ കുറേ അയ്യപ്പ സ്വാമിമാർ സർബത്ത് കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഈ റോഡിൻ്റെ അവിടെ നിന്ന് സർബത്ത് കുടിക്കുക വന്നിട്ട് എല്ലാവരും എന്നെ നോക്കാറുണ്ട്. പക്ഷെ ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ആസ്വദിച്ച് കഴിക്കാറുണ്ട്. അവിടെ നിന്ന് നേരെ സ്റ്റുഡിയോയിലോട്ട് പോയിട്ടോ. എനിക്കൊരു ഡേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ അവളും കൂടെ നന്നായിട്ട് വിശന്നത് കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ആദ്യം പോയത് മന്തി മനസ്സിലാണ്. പക്ഷെ അവിടെ ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾ ബാർബിക്യൂ സ്പേസിലോട്ട് വന്നായിരുന്നു കേട്ടോ. അവിടെ വന്ന ടൈമിൽ അവിടെ ആ ചുറ്റുമൊക്കെ അടിപൊളിയായിരുന്നു. എന്ത് രസമായിട്ട് അവർ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നല്ല രസമുണ്ട് കേട്ടോ. ആ ടൈമിൽ നേപ്പാളി ചേച്ചി ഫുഡുമായിട്ട് വന്നിട്ട് ഞങ്ങൾ സ്മോക്ക് ആൻഡ് ഹണി മന്തിയാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ തവണ പോയി കഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. അതെന്തെന്ന് അറിയത്തില്ല, എന്തോ ഒരു ഡിഫറൻസ് ഉള്ളതുപോലെ തോന്നി. പക്ഷെ എന്നാലും ഫുഡല്ലേ, നമുക്ക് കളയാൻ പറ്റുമോ? ആസ്വദിച്ച് കഴിച്ചല്ലേ പറ്റുമോ? ഞാൻ എന്ത് കിട്ടിയാലും ആസ്വദിച്ച് കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഫുഡ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാനായിട്ട്. ഞാൻ ആരെയും നോക്കാറില്ല ടൈമിൽ. നാണക്കേടുമില്ല എനിക്ക് എന്ത് കഴിക്കാനായിട്ട്. എവിടെ ഇരുന്ന് കഴിക്കാനായിട്ടും എനിക്ക് നാണക്കേടില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ഫോട്ടോയും ഇതൊക്കെ എടുത്തൊരു സർബത്തും കുടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അവളെ ഞാൻ സ്റ്റോപ്പിൽ കൊണ്ടാക്കിയായിരുന്നു കേട്ടോ. ബൈ.